നമസ്കാരം. സ്റ്റാർ.py സ്വാഗതം. എൻ്റെ പേര് ജാജിഷ് തോമസ്. ലിനക്സിലും മാകോയ്സിലും പൈത്തൺ ഇൻസ്റ്റലേഷൻ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ സെപ്പറേറ്റായിട്ട് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ പൈത്തണും അതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഉബുണ്ടു ലിനക്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ പൈത്തൺ 3, അതായത് പൈത്തൺ 3 എന്നാണ് നമ്മൾ പൈത്തണിലോട്ട് പോകാനുള്ള കമാൻഡ്. നമ്മൾ പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൈത്തൻ്റെ കൺസോളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് ഓൾറെഡി പൈത്തൺ ഇതിനകത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ള, പൈത്തൺ 3 ഇതിനകത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വിൻഡോസിൽ പൈത്തൺ ഡീഫോൾട്ടായിട്ട് അവൈലബിൾ അല്ല. നമ്മളത് സെപ്പറേറ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കാദ്യം അടുത്ത് നമുക്കൊരു വിൻഡോസ് OSലോട്ട് പോകാം. വിൻഡോസ് 11 ആണിത്. പൈത്തൺ ഇതിൽ അവൈലബിൾ അല്ല. വിൻഡോസ് നമ്മൾ പൈത്തൺ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പൈത്തണും ഇല്ല, പൈത്തൺ 3 രണ്ടുമില്ല. ഇതിനുള്ളിൽ വിൻഡോസിനുള്ളിൽ ഡീഫോൾട്ടായിട്ട് അവൈലബിൾ അല്ല. പൈത്തൺ 3യും വിൻഡോസ് 11 ഡീഫോൾട്ടായിട്ട് അവൈലബിൾ അല്ല. നമ്മളത് തനിയെ സെപ്പറേറ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നമുക്കിനിയിപ്പോൾ പൈത്തൺ എങ്ങനെയാണ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് പൈത്തൺ ഡൗൺലോഡ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പൈത്തണിൻ്റെ ഡൗൺലോഡ് പേജിലോട്ട് പോകാം. ഇന്നത്തെ ഡേറ്റ് ഡിസംബർ 17, 2024 ഇന്നത്തെ ദിവസത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഈ ദിവസത്തിൽ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് പൈത്തൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽ 3.13.1 ആണ്. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ബ്രൗസറിൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ നിങ്ങളുടെ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലാണ് കാണപ്പെടാറുള്ളത്. പൈത്തൺ 3.13.1 ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൈത്തൺ 3.13.5 ഇൻസ്റ്റലേഷൻ ഫയൽ. നമുക്കത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ നോക്കാം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ ഫയൽ. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ പൈത്തൺ 3.13.1 ഇൻസ്റ്റലേഷൻ ഫയൽ. എൻ്റെ സെറ്റപ്പിൻ്റെ ആദ്യത്തെ സ്ക്രീൻ. ഇതിൽ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ നൗ കൊടുക്കാം. അതാണ് നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ. അതായത് പൈത്തൺ ഇൻസ്റ്റലേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. നമുക്കിനി ഈ ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് വിസാർഡ് ക്ലോസ് ചെയ്യാം. നമ്മുടെ പൈത്തൺ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിരുന്നു. നമുക്കിനിയിപ്പോൾ പൈത്തൺ സെറ്റപ്പ് പ്രോഗ്രാം, ഈ പൈത്തൻ്റെ ഫയൽസൊക്കെ എവിടെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫയൽ സ്റ്റോർ ചെയ്യുന്നത് സിക്കുള്ളിൽ യൂസേഴ്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. യൂസേഴ്സിനുള്ളിൽ ഒരു പ്രൊഫൈൽ ഫോൾഡർ ഉണ്ടാകും, ടോം എന്ന് പറഞ്ഞിട്ട്. അതായത് ഇത് നിങ്ങൾ ഏത് പേരിലാണോ ഈ ഇൻസ്റ്റലേഷൻ ചെയ്തത്, പൈത്തൺ ഇൻസ്റ്റലേഷൻ ചെയ്തത്, ഏത് യൂസർ ഐ ഡിയിൽ ലോഗിൻ ചെയ്തിട്ടാണോ ഈ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തത്, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒരു ഫോൾഡർ ഉണ്ടാവും, യൂസേഴ്സ് എന്നുള്ള സിക്കുള്ളിൽ യൂസേഴ്സ് എന്നുള്ള ഫോൾഡറിനുള്ളിൽ.
അതിപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് ഇങ്ങനൊരു യൂസർ ഐ ഡിയിൽ ടോം എന്നൊരു യൂസർ ഐ ഡിയിലാണ്. അതുകൊണ്ടാണ് എനിക്കിത് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് പേരിലാണോ ഏത് യൂസർ ഐ ഡിയിലാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നിങ്ങൾ ലോഗിൻ ചെയ്ത ആ യൂസർ ഐ ഡി ഏതാണോ ആ പേരിലൊരു ഫോൾഡർ ഉണ്ടാവും. പ്രൊഫൈൽ ഫോൾഡറാണത്. അത് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ ആപ്പ് ഡേറ്റ എന്നുള്ളൊരു ഫോൾഡറുണ്ട്. അതിൽ ലോക്കൽ എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിനുള്ളിൽ താഴോട്ട് വരുമ്പോൾ പ്രോഗ്രാംസ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാം പൈത്തൺ എന്നുള്ള ഫോൾഡർ. പൈത്തൻ്റെ പല പല വേർഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് പൈത്തൺ 3.13 ആണ്. അതുകൊണ്ട് പൈത്തൺ 313 എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. ഇതിനുള്ളിലാണ് പൈത്തൻ്റെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതും കൂടെ കാണാം python.exe. ഇതാണ് പൈത്തൻ്റെ ഇൻസ്റ്റലേഷൻ നമ്മൾ റൺ ചെയ്യുന്ന ഫയൽ. അപ്പോൾ നമ്മളിവിടെ വെളിയിൽ നിന്ന് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പൈത്തൺ റൺ ആണോന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയത്തില്ല. പൈത്തൺ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പൈത്തൺ എവിടെയാണ് കിടക്കുന്നതെന്ന് OSന് അറിഞ്ഞാൽ മാത്രമേ അത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പൈത്തൺ അടിച്ചു കഴിഞ്ഞാൽ python.exe എന്നടിച്ചു കഴിഞ്ഞാൽ അത് റൺ ആണോന്നില്ല. python.exe ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ്, ഓപ്പറബിൾ പ്രോഗ്രാം ഓർ എ ബാച്ച് ഫയൽ. അതായത് ഇതെന്താണ്, ഇത് എവിടെയാണ് എന്നുള്ളതൊന്നും വിൻഡോസിന് അറിയില്ല. അപ്പോൾ വിൻഡോസ് ആപ്പാടെ ഒരു എറർ മെസ്സേജ് അയച്ചിരിക്കുകയാണ് കൺഫ്യൂസ്ഡ് ആയിട്ട്, ഇങ്ങനൊരു സംഭവത്തിനെ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിൽ പോയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് റൺ ചെയ്യാൻ പറ്റും ആ ഫോൾഡറിനുള്ളിൽ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം അവിടെ നിന്ന് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി CD, എന്നിട്ട് നമുക്ക് ഈ ലൊക്കേഷൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ ഫോൾഡറിലാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പം കുറച്ച് മുമ്പ് കണ്ട ആ പാത്തിൽ ഫയൽ ലൊക്കേഷനകത്താണ്, ആ ഫോൾഡർ ലൊക്കേഷനുള്ളിലാണ്. സിക്കകത്ത് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത്, പ്രൊഫൈൽ ഫോൾഡറിനകത്ത്, അതിനുള്ളിൽ നിങ്ങൾ ഏത് പേരിലാണോ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തത് ആ പേരിലൊരു ഫോൾഡർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെവിൻ എന്ന് പറഞ്ഞ പേരിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കെവിൻ എന്നായിരിക്കും ആ പേര്. നിങ്ങൾ ഏത് പേരിൽ ലോഗിൻ ചെയ്തിട്ടാണോ ഈ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തത് അവിടെ ആ പേരിൽ. ഓക്കെ, അതിനുള്ളിൽ ആപ്പ് ഡേറ്റ എന്നുള്ള ഫോൾഡർ, അതിനുള്ളിൽ ലോക്കൽ എന്നൊരു ഫോൾഡർ, അതിനുള്ളിൽ പ്രോഗ്രാംസിനുള്ളിൽ പൈത്തൺ, അതിനുള്ളിൽ പൈത്തൺ 313 ഏത് വേർഷനാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് ആ വേർഷൻ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മളിപ്പം ഈ കമാൻഡ് പ്രോംപ്റ്റിലുള്ളത്. യൂസേഴ്സ്, ഏത് യൂസർ നെയിം ആണോ ആ യൂസർ നെയിം, ആപ്പ് ഡേറ്റ, ലോക്കൽ, പ്രോഗ്രാംസ്, പൈത്തൺ 3. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പൈത്തൺ റൺ ആവും. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പൈത്തൻ്റെ കമാൻഡുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാമിംഗ് കമാൻഡ്സൊക്കെ ഇവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇത് ഓരോ പ്രാവശ്യവും ഈ ഫോൾഡറിൽ വന്നിട്ട് ഇവിടുന്ന് റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, കുറച്ച് അകത്തായിട്ട് കിടക്കുന്നൊരു ഫോൾഡറാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഫോൾഡർ ലൊക്കേഷൻ മാറ്റി ഈസി ആയിട്ട് വേറെ എവിടെയെങ്കിലും വെക്കാം. പക്ഷേ എന്നിരുന്നാലും അതിനെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാത്ത്, അതായത് നമ്മൾ python.exe എന്നുള്ളൊരു കമാൻഡ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ പവർ ഷെല്ലിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൾഡറിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് റൺ ചെയ്യാൻ വേണ്ടി ആ പാത്ത് നമുക്ക് ഇതെവിടെ കിടക്കുന്നതെന്നുള്ള ഈ എക്സിക്യൂട്ടബിൾ ഫയൽ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള പാത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ് ഏറ്റവും എളുപ്പം. അത് നമ്മൾ പറയുന്നത് പാത്ത് സെറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നത്. നമുക്ക് അതുകൂടെ നോക്കാം എങ്ങനെയാണ് ഈ പാത്ത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തത്, ആദ്യം നമ്മൾ പൈത്തൺ 3.13 വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഇൻസ്റ്റലേഷൻ്റെ ഫയൽസൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് ശരിക്കും ഡീപ്പായിട്ടൊരു ഫോൾഡറിലാണ്. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോൾഡറിനുള്ളിൽ എവിടെയോ അകത്ത് പ്രോഗ്രാംസിനുള്ളിൽ ആണ് നമ്മുടെ ഈ പൈത്തൻ്റെ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മളവിടെ പോയിട്ട് ഈ പൈത്തൻ്റെ കൺസോൾ റൺ ചെയ്യുകയും ചെയ്തു. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈത്തൺ എന്നുള്ളത് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മളൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പൈത്തൺ അവിടെ നിന്ന് റൺ ചെയ്യത്തില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസിന് അറിയില്ല
ഈ python.exe എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ വിൻഡോസിനുള്ളിൽ 10,000-കണക്കിന് ഫോൾഡറുകളും അതിനുള്ളിലൊക്കെ 10,000-കണക്കിന് സബ് ഫോൾഡറുകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ python.exe അല്ലെന്നുണ്ടെങ്കിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഈ നമ്മുടെ സ്റ്റോറേജിനുള്ളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോറേജിനുള്ളിൽ എവിടെയോ കിടക്കുന്ന ഈ python.exe കണ്ടുപിടിച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് റൺ ചെയ്യുക എന്നുള്ളത് അതത്ര ഈസി ടാസ്ക് അല്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അത്ര പെട്ടെന്നായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് OS കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടൊരു എറർ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ വിൻഡോസിന് പറഞ്ഞു കൊടുക്കുക ഈ ഇന്ന ലൊക്കേഷനിലാണ് നമ്മുടെ ഈ python.exe എന്നുള്ള എക്സിക്യൂട്ടബിൾ ഫയൽ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ വിൻഡോസിന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ പേര് പാത്ത് എന്നാണ് പറയുന്നത്. വിൻഡോസിന് ആ പാത്ത് പറഞ്ഞു കൊടുക്കുക. അതായത് ഈ ഫയൽ ലൊക്കേഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ പാത്ത് നമ്മൾ വിൻഡോസിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പാത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസ് അവിടുന്ന് ഈ ഫയലിനെ ഫെച്ച് ചെയ്തിട്ട് അതിന് റൺ ചെയ്തോളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഫീൽഡിൽ പുതുതായിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അഥവാ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാത്ത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും തെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പല പ്രോഗ്രാമുകളും റൺ ആകാതിരിക്കാനും ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ക്രാഷ് ആകാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സൂപ്പർവിഷനോടുകൂടി ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ സൂപ്പർവിഷനോടുകൂടി മാത്രമേ ഇത് പാത്ത് സെറ്റ് ചെയ്യാവൂ. ഇതൊരു വാണിംഗ് ആണ്. ഓക്കെ, നമ്മളിതിന് പാത്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്ത് എന്നുള്ളത് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റൽ വേരിയബിളാണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിലെ ഒരു വേരിയബിളാണ്. അത് പല വേരിയബിൾസ് ഉണ്ട്. അതിൽ ഒരു വേരിയബിളാണ് ഈ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ദിസ് PC റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പ്രോപ്പർട്ടീസാണ് വരുന്നത്. അതിൽ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും. അതായത് ഡിവൈസ് സ്പെസിഫിക്കേഷൻസ് അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ നമ്മൾ മുകളിൽ നോക്കി കഴിഞ്ഞാൽ പെർഫോമൻസ്, യൂസർ പ്രൊഫൈൽസ്, സ്റ്റാർട്ടപ്പ് ആൻഡ് റിക്കവറി, ഏറ്റവും താഴെയായിട്ട് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പാത്ത് എന്നുള്ളൊരു ഒരു ലിങ്ക് ഉണ്ടാവും. പാത്ത് എന്ന് പറയുന്നൊരു ലിസ്റ്റാണ്. ലിസ്റ്റിനുള്ള ഒരു ലിസ്റ്റ് ഐറ്റമാണിത്. ആ പാത്ത് നമ്മൾ എടുക്കുക. അത് സെലക്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല, നിങ്ങൾ നേരത്തെ ഉള്ള എന്തെങ്കിലും ഒക്കെ പാത്ത് വേരിയബിൾസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും തുടരുത്. അതിൽ ചേഞ്ചസ് വരുത്തുകയും ചെയ്യാൻ പാടില്ല. അതൊക്കെ പല പ്രോഗ്രാംസ് ഓട്ടോമാറ്റിക്കലി, അതായത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ എൻ്റർ ചെയ്തിട്ടുള്ള പല ആവശ്യമുള്ള പാത്തുകളായിരിക്കും. വേറെ ഒന്നുമേ തൊടാൻ പാടില്ല. ഈ പാത്തിൽ മാത്രം, ഈ പാത്ത് എന്നുള്ള പറഞ്ഞ വേരിയബിൾ മാത്രം ക്ലിക്ക് ചെയ്യുക. അതിൽ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ നോക്കാം. എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, പാത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, പാത്ത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി 3 എൻട്രീസ് ഉണ്ട്. ടോം, അപ്ഡേറ്റ, ലോക്കൽ പ്രോഗ്രാംസ്, പൈത്തൺ ലോഞ്ചർ. അത് കഴിഞ്ഞിട്ട് വേറെ 2 എൻട്രീസ്, അത് VS കോഡിൻ്റെ എൻട്രിയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത്, നമുക്ക് പുതുതായിട്ടൊരു എൻട്രി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പുതുതായിട്ട് നമ്മൾ നമ്മുടെ വിൻഡോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പൈത്തൺ എന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, പൈത്തൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ, അതായത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ പാനിക്കാകാതെ, കൺഫ്യൂഷൻ ആകാതെ ഇന്ന ഫോൾഡറിൽ പോയിട്ട് ഇവിടെ പോയി python.exe കണ്ടുപിടിക്കൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് പാത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ പാത്ത് അവിടുന്ന് കോപ്പി ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട പാത്ത് ഉണ്ടല്ലോ, അത് അവിടുന്ന് കോപ്പി ചെയ്യുക. നമ്മുടെ python.exe എവിടെയാണ് കിടക്കുന്നത്, നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. python.exe ഇതാണ് നമ്മുടെ ഫയൽ. അത് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി യൂസേഴ്സ്, നിങ്ങളുടെ ആരുടെ പേരിലാണ് ഇൻസ്റ്റാൾ ചെയ്ത ആളുടെ പേര്, ഈ പേരിൽ എൻ്റെ പേരിലാണ് കിടക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ പേരിലായിരിക്കും, നിങ്ങൾ ഈ ലോഗിൻ ചെയ്ത പേരിലായിരിക്കും. അപ്ഡേറ്റ്, ലോക്കൽ പ്രോഗ്രാംസ്, പൈത്തൺ 313. ഇതങ്ങനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരിക. അടുത്ത ഒരു എൻട്രി ആയിട്ട് ന്യൂ, അവിടെ അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ,
അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, വേറെ ഒന്നും തൊടാനും പാടില്ല. ഇതൊക്കെ പല ഇത് കുറേ എൻട്രീസ് ഉണ്ടാവും ചില കമ്പ്യൂട്ടർ. ഇതിപ്പോൾ പുതിയൊരു കമ്പ്യൂട്ടറാണ്, ഞാൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ടാണ് അധികം എൻട്രീസ് ഇല്ലാത്തത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ കുറേ എൻട്രീസ് ഉണ്ടാവും. ദയവ് ചെയ്ത് അതിലൊന്നും തൊടാനേ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓക്കെ, ഒരു വാണിംഗ് ആണ്. വളരെ കെയർഫുള്ളി ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിന് കമ്പ്യൂട്ടറിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനെയും വിളിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ പാത്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അതായത് ഈ പാത്ത് റീഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സാധാരണ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഇടയ്ക്ക് വെച്ച് റീഡ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ചേഞ്ച് ചെയ്താൽ ഉടനെ റീഡ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതന്നേ ഉള്ളൂ. അതായത് വിൻഡോസ് പാത്ത് റീഡ് ചെയ്യുന്നത് അത് ബൂട്ടപ്പ് ടൈമിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റ് ആണോന്നില്ല, ചിലപ്പോൾ വർക്കാകുമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പിന്നെയും കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ python.exe എന്നുള്ള റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ വിൻഡോസിന് മനസ്സിലായി ഈ python.exe എവിടെയാണ് കിടക്കുന്നത്. അതായത് നമ്മൾ പാത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഫോൾഡറിലായിരിക്കും ഈ python.exe ഉണ്ടാകുക. അല്ലെന്നുണ്ടെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന പാത്ത് വേരിയബിൾസിനകത്തുള്ള എല്ലാ ഫോൾഡറിലും വിൻഡോസ് സെർച്ച് ചെയ്യും. എവിടെയാണ് python.exe കിടക്കുന്നത് അതിനെ അവിടെ നിന്ന് റീഡ് ചെയ്തിട്ട് അതിനെ റൺ ചെയ്യും. ഇതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഉടനെ നിങ്ങൾ പൈത്തൺ അടിച്ചു കഴിഞ്ഞാൽ പൈത്തൺ കൺസോളിലോട്ട് പോകണമെന്നില്ല. നിങ്ങൾ പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോൾഡറിൽ പോയിട്ട് അവിടെ നിന്ന് റൺ ചെയ്യണം. അത് എല്ലാ പ്രാവശ്യം ആ ഫോൾഡറിൽ പോയി റൺ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പാത്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് പൈത്തൻ്റെ ഓരോരോ ലെസണായിട്ട് അടുത്ത ക്ലാസ്സുകൾ തൊട്ട് നോക്കാം. എല്ലാവർക്കും നന്ദി. അടുത്ത ലെസണിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.